നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹൈന്ദവ ജനത നല്ലൊരു മാറ്റത്തിന്റെ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നേരത്തെ ഉള്ളതിനേക്കാൾ ഏറെ വിശ്വാസികൾ ഇന്ന് ഹൈന്ദവർക്കിടയിലുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും വ്യാപിച്ചതും ഒപ്പം തന്നെ പുസ്തകങ്ങൾ, മറ്റു മാസികകൾ ഒക്കെ നമുക്ക് കൂടുതലായി ലഭ്യമാകുന്നതും അക്ഷരജ്ഞാനം കൂടുതലായിട്ട് വന്ന തലമുറ ഉള്ളതുമൊക്കെ ആയിരിക്കാം ഹൈന്ദവതയോട് ചേർന്ന് നിൽക്കാനും ഹൈന്ദവ ആചരണ പദ്ധതികൾ പിന്തുടരാനും നമ്മുടെ പുതിയ തലമുറയെ കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാതലായ മാറ്റം കണ്ടത് ഇപ്പോൾ വയ്ക്കുന്ന വീടുകളിലെല്ലാം പൂജാമുറികൾ ഉണ്ട് എന്നുള്ളതാണ്. നമസ്കാരം, എല്ലാവർക്കും ദേവാങ്കണം ചാനലിലേക്ക് സ്വാഗതം. പൂജാമുറിയിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഉള്ള ദൈവാധീനം കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി പൂജാമുറികൾ ഇല്ലാത്ത വീടാണെങ്കിലും അതിനുള്ള ഒരു സൗകര്യം അവർ കണ്ടെത്തുന്നുണ്ട്. മാത്രമല്ല, റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കൊണ്ട് വയ്ക്കാൻ പറ്റുന്ന പൂജാ മുറികൾ അല്ലെങ്കിൽ പൂജാ ടേബിളുകളും വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പൂജാമുറി ഇവർക്ക് സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, വീട്ടിൽ വിളക്ക് വയ്ക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു കാലഘട്ടം നമുക്ക് മുൻപുണ്ടായിരുന്നു. ചില രാഷ്ട്രീയ പ്രബോധനങ്ങളും ചില മറ്റു മതസ്ഥരുടെ കുബുദ്ധികളും ഒക്കെ കൊണ്ട് വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ പോലും പേടിയുണ്ടായിരുന്ന ഹിന്ദു കുടുംബങ്ങൾ മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനെ അപേക്ഷിച്ച് ഈശ്വരനോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള പ്രവണത പുതിയ തലമുറക്കാർ കാണിക്കുന്നുണ്ട്. മന്ത്രങ്ങളെ പരിചയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഹൈന്ദവപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. വായിച്ചും കേട്ടും അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പൂജാമുറി എന്ന് പറയുന്ന കാര്യം അധികമൊന്നും പണ്ട് കാലത്ത് നമ്മുടെ വീടുകളുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടിരുന്നില്ല. ഇപ്പോഴാണ് കൂടുതൽ വീടുകളിൽ പൂജാമുറി വന്നു തുടങ്ങിയത്. അപ്പോൾ പൂജാമുറിയുടെ സ്ഥാനം മുതൽ നമുക്ക് സംശയങ്ങളുണ്ട്. അതൊക്കെ നിവാരണം ചെയ്യുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു പൂജാമുറി എങ്ങനെ പൂർണ്ണമായും ഈശ്വരാധീനത്തോടുകൂടി നിലനിർത്താം എന്നുള്ള കാര്യത്തെ മുൻനിർത്തിയാണ് പറയുന്നത്. കാര്യം, നമ്മുടെ ചില അശ്രദ്ധ കൊണ്ട് പൂജാമുറിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ചിലതൊക്കെ നമ്മുടെ അറിവുകേടായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പൂജാമുറി അല്ലെങ്കിൽ നമ്മൾ വിളക്ക് വയ്ക്കുന്ന ഒരു സ്ഥലം, അവിടെ പാടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ അത് ഉണ്ടായിരിക്കും. നമുക്കതൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. കൂടുതൽ ഈശ്വരാധീനം വീട്ടിൽ കിട്ടും. വീട്ടിൽ വരുന്ന ദുരാപത്തുകളൊക്കെ തടയുകയും ചെയ്യും. വീട്ടിൽ ഈശ്വരാധീനം കൂടുമ്പോഴാണല്ലോ നെഗറ്റീവായിട്ടുള്ള എനർജി കുറഞ്ഞു വരുന്നത്. നമ്മൾ പലപ്പോഴും വീട്ടിൽ പൂജാമുറിയൊക്കെ വച്ച് വിളക്ക് തെളിയിച്ചിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ കാര്യം എന്താണ്? പൂജാമുറി തന്നെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കുന്നില്ല. കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് പൂർണ്ണമായിട്ടും ഒന്ന് പരിശോധിക്കാം. എന്തായാലും നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ, ഹൈന്ദവപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമ്മുടെ പൂജാമുറിയിൽ ആ ഈശ്വരാധീനം തകർക്കുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് പറയാം. കീറിയ ചിത്രങ്ങൾ അല്ലെങ്കിൽ വക്കുടഞ്ഞതായിട്ടുള്ള പ്രതിമകൾ. അപ്പോൾ നമ്മൾ പൂജാമുറിയിൽ എപ്പോഴും കുറച്ച് ചിത്രങ്ങൾ വെച്ചാൽ മതി. കിട്ടുന്ന എല്ലാ ദൈവിക ചിത്രങ്ങളും കൊണ്ടുവന്ന് ഒരു പൂജാമുറിയിൽ അലങ്കരിക്കേണ്ട ആവശ്യമില്ല. ഓരോ ഈശ്വരൻ്റെയും ഗണപതിയുടെയും ആണെങ്കിൽ ഒന്ന്, ശിവൻ്റേതാണെങ്കിൽ ഒന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ മതി. ഇത് അല്ലാതെ കണ്ട സാമ്പ്രാണിക്കൂട്ടിലും തീപ്പെട്ടിക്കൂട്ടിലും ഉള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ കുത്തി നിറച്ച് അവിടെ ഒട്ടിച്ചു വച്ച് അതിനിടയിലൂടെ പല്ലിയും മൂടി ചിലന്തിയും കയറി അങ്ങനെയുള്ള ചില പൂജാമുറികളൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ദൈവങ്ങളെ കൊണ്ട് അവിടെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. അത് പാടില്ല. അത്യാവശ്യമുള്ള ഈശ്വരന്മാരുടെ അല്ലെങ്കിൽ ഈശ്വരിമാരുടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ചിത്രങ്ങൾ മാത്രം വെച്ച് പ്രാർത്ഥിക്കുക. അത് നല്ല വൃത്തിയുള്ളതും കണ്ണിന് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് തന്നെ ഒരു ഭക്തി ഉദിക്കുന്നതും ആയിരിക്കണം. ഒരു വക്കുടഞ്ഞ ഒരു വിഗ്രഹമാണ് നിങ്ങളുടെ പൂജാമുറിയിൽ ഉള്ളത് എന്ന് ആലോചിക്കുക. അതിൻ്റെ മുഖത്തിൻ്റെ മൂക്കൊക്കെ പോയ ഒരു വിഗ്രഹമാണ് നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന വിഗ്രഹം. അവിടെ ഇരിക്കുന്ന ഒരു പ്രതിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത്തരം പ്രതിമകൾ അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കേടുകൾ ആണെങ്കിൽ നമുക്ക് പരിഹരിച്ചു വയ്ക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് മാറ്റിയിട്ട്
പുതിയൊരു പ്രതിമ വയ്ക്കുക. ഒരിക്കലും വക്കുടഞ്ഞതോ കേടുവന്നതോ ആയിട്ടുള്ള പ്രതിമകൾ വയ്ക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ചില ചിത്രങ്ങൾ കുറെ കാലം ഇരിക്കുമ്പോൾ കേടുവന്ന് അത് മങ്ങി, അല്ലെങ്കിൽ അത് കേടായി, അല്ലെങ്കിൽ അതിൻ്റെ നിറം മങ്ങി ഉള്ളത് പൂജാമുറിയിൽ നിന്ന് മാറ്റി അതേ ദേവതയുടെ പുതിയ ചിത്രം കൊണ്ടുവയ്ക്കുക. അതാണ് നല്ലത്. രണ്ടാമത്തെ കാര്യം കരിഞ്ഞ തുണികൾ എന്നുള്ളതാണ്. ഈ പൂജാമുറിയിൽ ചില പട്ടൊക്കെ വിരിച്ചിട്ട് അതിന്റെ പുറത്ത് വിളക്കൊക്കെ വയ്ക്കും. ഈ സാമ്പ്രാണിത്തിരിയും ചന്ദനത്തിരിയും ഒക്കെ കുത്തിവെക്കുമ്പോൾ അതിൽ നിന്നുള്ള കനൽ വീണിട്ട് ഈ പട്ടൊക്കെ ഒരല്പം കരിഞ്ഞ് അല്ലെങ്കിൽ തുള വീണൊക്കെ കാണപ്പെടും. പക്ഷെ അത് മാറ്റാറില്ല, അത് അവിടെ തന്നെ കാണും. ഇങ്ങനെ കരിഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കേടുവന്ന വസ്ത്രങ്ങൾ അത് പൂജാമുറിക്കുള്ളിൽ കാണരുത്. അവിടുത്തെ ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതിന്റെ ലക്ഷണം കൂടിയാണിത്. അത് ഒഴിവാക്കുക. മൂന്നാമത്തേത് തലേ ദിവസത്തെ പൂക്കൾ. നമ്മളറിയാം, നമ്മളൊരു പൂജാമുറിയാകട്ടെ ഏത് ദൈവ സംഗീതമാകട്ടെ, നമ്മൾ തലേ ദിവസം എന്തെങ്കിലും ആവശ്യത്തിന് ദേവതകൾക്ക് പൂജകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച പൂക്കളെല്ലാം അത് പിറ്റേ ദിവസം ക്ലീൻ ചെയ്യണം. എന്നാൽ ചില പൂജാമുറികളിൽ കാണുമ്പോൾ തലേ ദിവസം കിണ്ടിയുടെ പരിസരത്തൊക്കെ ആയിട്ടുള്ള ആ പൂക്കളെല്ലാം പൂജാമുറിക്കകത്ത് ചിതറിക്കിടക്കുന്നതായിട്ട് കാണാം. മാത്രമല്ല, ചിലപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് കൊടുക്കുന്ന നിർമ്മാല്യ ഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് പൂജാമുറിയിൽ തൂക്കിയിട്ടേക്കുന്നത് കാണാവുന്നതാണ്. അത് നിർമ്മാല്യം ചെയ്തതാണ്. പിന്നെ നിങ്ങൾ അത് അവിടെ തൂക്കിയിട്ടേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വാഹനത്തിലൊക്കെ വേണമെങ്കിൽ ഇടാം. അത് കഴിഞ്ഞിട്ട് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കിക്കളയാം. അല്ലാതെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് കരുതിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിലെ പ്രതിമകളിലൊന്നും തൂക്കി ഇട്ടേക്കരുത്. പിന്നെ അവിടുന്ന് കിട്ടുന്ന പ്രസാദങ്ങൾ നമുക്ക് സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ക്ഷേത്രത്തിൽ അന്നേ ദിവസം ഉപയോഗിച്ച മാല അല്ലെങ്കിൽ ഹാരം എടുത്തുകൊണ്ട് വന്ന് അത് ഒരാഴ്ചത്തേക്ക് നമ്മുടെ പൂജാമുറിയിൽ ഇട്ട് വയ്ക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതാണ് പാടില്ല എന്ന് പറഞ്ഞത്. ഇനി നാലാമത്തേത് കഴുകാത്ത നിലവിളക്ക്. ചില വ്യക്തികളുടെ പൂജാമുറിയിൽ കയറുമ്പോൾ ഒട്ടും വൃത്തിയില്ലാത്ത ചില നിലവിളക്കുകളൊക്കെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. ചോദിക്കുമ്പോൾ പറയും, എന്നും നിലവിളക്ക് തെളിയിച്ചുകൂടാ എന്നാണ് അവിടുത്തെ സ്വാമി പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റേ ആള് പറഞ്ഞത് എന്നൊക്കെ പറയും. ഇത് ആര് പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് അറിയില്ല. വിളക്കൊക്കെ ഏറ്റവും നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ഇരിക്കണം എന്നാണ് കണക്ക്. കഴുകി തന്നെ അത് തയ്യാറാക്കണം. പണ്ടൊക്കെ ചില അമ്മമാര് ഈ എണ്ണയും തിരിയും ഒക്കെ മാറ്റാനുള്ള മടിയുള്ളത് കൊണ്ട് ഒരു തവണ മാറ്റി അത് നെരിപ്പോടിലിട്ടിട്ട് കത്തിച്ചു കളഞ്ഞാൽ എണ്ണയുടെയൊക്കെ ചിലവ് കൂടില്ലേ. അതുകൊണ്ട് കണ്ടുപിടിച്ച ഒരു രീതിയാണ് ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിലൊരിക്കലോ ഒക്കെ വിളക്ക് കഴിയാൽ മതി എന്നുള്ളത്. അത് അശകുനമാണ്. വിളക്ക് എന്നും കഴുകി തേച്ച് വൃത്തിയാക്കിയിട്ട് തെളിയിക്കണം. അങ്ങനെ കിട്ടുന്ന ചെറിയ ലാഭങ്ങൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇനി അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്താതിരിക്കുക. എന്നാലും കുഴപ്പമില്ല. വിളക്ക് കഴുകാതെ കൊളുത്തുന്നതിനേക്കാളും നല്ലതാണ് വിളക്ക് കൊളുത്താതിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഈശ്വരാധീനത്തിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മടിയോ പിശുക്കോ ഒന്നും കാണിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി അഞ്ചാമത്തെ കാര്യം മാറാല. ചില പൂജാമുറിയിൽ കയറുമ്പോൾ വലിയ കാര്യമായിട്ടൊക്കെ വിളക്ക് തെളിയിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക്. പക്ഷെ ചില വസ്തുക്കളിൽ അതിൽ മാറാല പിടിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ പൊടി പിടിച്ചിരിക്കുന്നതായിരിക്കും. ചുമലിലും പരിസരങ്ങളിലും കോർണറുകളിലും ചിലയിൽ കൃഷ്ണന്റെയൊക്കെ മയിൽപീലി വച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങൾ വച്ചിട്ടുള്ളതിൽ മാറാല പിടിച്ചിരിക്കും, അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചിരിക്കും. കാലങ്ങളായിട്ട് അതങ്ങനെ തന്നെ നമ്മൾ അനക്കാതെ വച്ചേക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മാറാല പിടിച്ചേക്കുന്നത്. ഒരിക്കലും പൂജാമുറിയിൽ ഇത്തരം ചിലന്തി വല ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മാറ്റണം. അത് ഈശ്വരാധീനത്തെ കെടുത്തുന്നതാണ്. ആറാമത്തെ കാര്യം, മറ്റു മതസ്ഥരുടെ ആരാധനാ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇവയൊക്കെ വയ്ക്കുക. നമ്മുടെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മാറി ചിന്തിക്കുന്ന ആൾക്കാരാണ്. മറ്റു മതസ്ഥരെ കൂടെ ചേർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരുടെയൊന്നും പൂജാ സ്ഥാനങ്ങളിൽ നമ്മുടെ ഹൈന്ദവ പ്രതീകങ്ങളൊന്നും കാണുകയില്ലെങ്കിലും ചിലരുടെയെങ്കിലും പൂജാമുറികളിൽ മറ്റു മതസ്ഥരുടെ ചില ചിഹ്നങ്ങൾ, ചിലപ്പോൾ ഒരു ഗണപതി, അതിനോടൊപ്പം മറ്റു മതസ്ഥരുടെ 2 സിംബിൾസ് ഒക്കെ ചേർന്ന് ഫ്രെയിം ചെയ്ത് ഒറ്റ ഫ്രെയിമിൽ കിട്ടുന്ന പടങ്ങളൊക്കെ, ചില രൂപങ്ങളൊക്കെ അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് പൂജാമുറിയിൽ വച്ചിരിക്കുന്നത് കാണാറുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. മറ്റ് ഏതെങ്കിലും മതസ്ഥരുടെ പൂജാമുറികളിൽ അന്യമതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഉപയോഗിക്കാറുമില്ല, സൂക്ഷിക്കാറുമില്ല. എന്നാൽ ചില ഹിന്ദുക്കൾ മാത്രം എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
നിങ്ങളുടെ പിതാവിനും നിങ്ങളുടെ സുഹൃത്തിന്റെ പിതാവിനും നിങ്ങൾ ഒരേ സ്ഥാനമാണോ നൽകുന്നത്? ഒരിക്കലും ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ പൂജാ റൂമിൽ അന്യമതസ്ഥരുടെ പൂജകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണോ? നിങ്ങൾ ദയവായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് ആ മതത്തിനെ കൺകണ്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ഇവിടുത്തെ ഈശ്വരൻ തുണച്ചില്ലെങ്കിൽ അവിടുത്തെ ഈശ്വരൻ തുണയ്ക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ ആള് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഈശ്വര പ്രാർത്ഥന നടത്തുന്നത് ഒരു തെറ്റായ സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലും വിശ്വാസം ഉണ്ടാവുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ദേവതയിലും വിശ്വാസമില്ല എന്നുള്ള തലത്തിലേക്കാണ് നിങ്ങളുടെ ആലോചന. അല്ലാതെ നമ്മൾ കുറേ ഡെക്കറേഷൻ വെച്ചു കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളും എനിക്ക് വേണം എന്നുള്ള അതൊന്നുമല്ല. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏത് മതമാണോ ആ മതത്തിലുള്ള ദൈവങ്ങളുടെ ചിഹ്നങ്ങളും ഫോട്ടോകളും മാത്രം വച്ച് പൂജിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മതങ്ങളാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അതാണ് വിശ്വാസമെങ്കിൽ അതിലേക്ക് ഉറച്ചിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ മാത്രമുള്ള ഒരു പൂജാമുറി മാത്രമാണ്. ഞാൻ സർവ്വമതത്തിനെയും ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാനും പെരുമാറാനും മാത്രമേ നമുക്ക് കഴിയുള്ളൂ. മറ്റു മതസ്ഥരോട് മാന്യമായിട്ടും ഏറ്റവും നന്നായിട്ട് പെരുമാറുമ്പോഴാണ് നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നത്. എന്നിരുന്നാലും നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് പൂജാമുറികളിൽ നമ്മുടെ മതചിഹ്നങ്ങളും നമ്മുടെ ദൈവങ്ങളും, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതമാണോ ആ മതത്തിലുള്ള ചിഹ്നങ്ങൾ മാത്രമാണ് ഉണ്ടാകേണ്ടത്. ഏഴാമത്തെ കാര്യം സ്തൂപരൂപങ്ങൾ എന്നുള്ളതാണ്. ചിലതരം ക്രിസ്റ്റലായിട്ടുള്ള സ്തൂപങ്ങൾ പോലെ ഇരിക്കുന്ന പിരമിഡ് ഷേപ്പിലൊക്കെയുള്ള ചില എനർജി റിസീവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന ചില സ്തൂപരൂപങ്ങളൊക്കെ ചിലർ കൊടുക്കും. ചിലപ്പോൾ അത് ബുദ്ധിസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ വേറെ ജാപ്പനീസ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചില രൂപങ്ങൾ ഇവർക്ക് തന്നെ അറിയില്ല ഇതെന്താണ് എന്ന്. ഇത്തരം രൂപങ്ങളൊക്കെ കൊണ്ടുവന്ന് ശിവന്റെ ചിത്രത്തിനോടൊപ്പം അല്ലെങ്കിൽ വിഷ്ണുവിന്റെ രൂപത്തോടൊപ്പം ഒക്കെ ചേർത്ത് വെച്ച്, സാളഗ്രാമത്തിനോടൊക്കെ ചേർത്ത് വെച്ച് ഇവര് പൂജിക്കുന്നതൊക്കെ കാണാം. എന്താണ് അർത്ഥം എന്ന് പോലും അറിയില്ല. ഇത്തരം പൂജാ സങ്കല്പങ്ങളൊക്കെ ചിലപ്പോൾ ഗുണത്തേക്കാൾ ഏറെ വിപരീത ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇനി കാണുന്ന വേറൊരു കാര്യമാണ് ഒരു ചിത്രത്തെ മറച്ച് കുറേയേറെ ചിത്രങ്ങൾ എന്നുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കിട്ടുന്നിടത്തു നിന്നെല്ലാം ചിത്രങ്ങൾ വാരിക്കൊണ്ട് വന്ന് പൂജാമുറിയിൽ വച്ചേക്കും. ഒന്നിലും ഇതേ ഒന്ന് എന്നുള്ള രീതി. പകുതി ശിവനെ കാണാം, പകുതി അയ്യപ്പനെ കാണാം, ഒരൽപ്പം ദേവിയെ കാണാം. എല്ലാവരും കൂടി എത്തി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പൂജാമുറിയിലെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിരി വരും. നമ്മളെല്ലാവരും കൂടി ഈ ഭക്തനെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള മട്ടിൽ ഇരിക്കും പോലെ തോന്നും. ദയവ് ചെയ്ത് പൂജാമുറിയിൽ അത്യാവശ്യം വേണ്ടുന്ന ചിത്രങ്ങൾ മാത്രം വയ്ക്കുക. അത് വൃത്തിയായി വയ്ക്കുക. ഈ ചിത്രങ്ങൾ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യാം. 9ാമത്തെ കാര്യം ഏതെന്നറിയാത്ത യന്ത്രങ്ങൾ, കലശങ്ങൾ എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു വഴിവക്കിൽ കിട്ടിയ ഒരു യന്ത്രമായിരിക്കും. ചിലപ്പോൾ ഒരു ഉത്സവത്തിനോ മറ്റോ ഒക്കെ പോകുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടിയ, അല്ലെങ്കിൽ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ചില യന്ത്രങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരും. അതെന്താണ്, ഏതാണ്, അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നൊന്നും അവർക്കറിയില്ല. യഥാവിധി പൂജ കഴിപ്പിച്ച യന്ത്രമൊന്നുമല്ല. വഴിയരികിൽ നിന്ന് കിട്ടുന്ന 50നോ 100നോ വാങ്ങിച്ച ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്ന ഒരു യന്ത്രമായിരിക്കും അത്. അതിലൊന്നും ഒരു കാര്യവും ഇല്ലെന്ന് ഇവർക്ക് അറിയില്ല. ഒരു ചിത്രം, ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിൽ വച്ചിരിക്കുന്നേ എന്നുള്ളൂ. യഥാവിധി ശക്തി ചൈതന്യം കൊടുത്ത പ്രാണപ്രതിഷ്ഠ യന്ത്രങ്ങളോ മറ്റോ ഒന്നും ആയിരിക്കില്ല അത്. അതൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് അവിടെ വച്ചേക്കുന്നത് നിങ്ങൾക്ക് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് ഒരു യന്ത്രം കൊണ്ടുവന്ന് അത് വച്ചിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് അത് കേടായപ്പോൾ അതെടുത്ത് മാറ്റാൻ നോക്കിയപ്പോൾ അതിന്റെ പുറകെ പൊളിച്ചു നോക്കിയപ്പോൾ മറ്റു മതസ്ഥരുടെ ആരാധന സൂക്തങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഇത്തരം രീതിയിൽ പ്രാർത്ഥിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ആയിരിക്കണം അതിന്റെ പിന്നിൽ എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ അങ്ങനെയൊന്നും മേടിച്ചു വെക്കരുത്. മാത്രമല്ല, ചിലരാകട്ടെ യന്ത്രങ്ങൾക്ക് പുറമെ ചില കലശങ്ങൾ എവിടുന്നെങ്കിലും ഒക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഇതിനകത്ത് എന്താണ് ഇരിക്കുന്നത് എന്നറിയത്തില്ല. മാത്രമല്ല, ചില പ്രത്യേക സ്ഥാനത്ത് നിന്ന് കൊടുക്കുന്ന ചില രൂപങ്ങളൊക്കെ ഉണ്ട്. അത് കൊടുത്തിട്ട് അവിടുത്തെ കർമ്മി പറയും, ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് പൂജിച്ചോ,
ഇത് വെച്ചേക്കണം, മാറ്റരുത് എന്നൊക്കെ പറയും. ഇത് എന്താണെന്ന് പോലും ഇവർ ചോദിക്കില്ല, മേടിച്ചുകൊണ്ടങ്ങ് വെച്ചേക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തമ്മിൽ കണക്റ്റ് ആവാത്ത കാര്യങ്ങളാണ്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അതും ചിലപ്പോൾ നമ്മുടെ ഗുണത്തെക്കാൾ ഒട്ടേറെ ദോഷങ്ങളിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കും. 10ാമത്തെ കാര്യം കീറിയ വസ്ത്രങ്ങളും തഴപ്പായയും ഒക്കെയാണ്. ഈ പൂജാമുറിയിൽ പാടില്ലാത്തതാണ് ഇങ്ങനെ കീറിയ വസ്ത്രങ്ങളും കീറിയ തഴപ്പ അവിടെ വിരിച്ചിട്ടേക്കുക. ചിലപ്പോൾ കേടുവന്ന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പേജുകൾ നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങൾ വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ പൂജാമുറിയുടെ ശുദ്ധിയെ കെടുത്തുന്നതാണ്. 1-2 പേജൊക്കെ നഷ്ടപ്പെട്ടു, മൊത്തം ചിതലരിച്ചു പോയ ഒരു ഗ്രന്ഥമാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നും കിട്ടാനില്ല. അത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോ എപ്പോഴും നമുക്ക് ഇത്തരം കാര്യങ്ങൾ, പൂജാമുറിക്ക് ഒരു ഡിസിപ്ലിനുണ്ട്, ഒരു അച്ചടക്കമുണ്ട്. ആ പൂജാമുറിയുടെ അച്ചടക്കമായിരിക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. അവിടെ എല്ലാം കുത്തഴിഞ്ഞ പോലെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും കുത്തഴിഞ്ഞതുപോലെ തന്നെയാവും. ഒരു പൂജാമുറിയെ പോലും നേരെ ചൊവ്വയെ സംരക്ഷിക്കാൻ പറ്റാത്ത നമുക്ക് നമ്മുടെ വീടിനെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ആ വീടിന്റെ സംരക്ഷണയിൽ നിന്ന് കിട്ടുന്ന ഊർജം കൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് ചിട്ടയോടുകൂടി നടത്താൻ പറ്റും? അതൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെ കൃത്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യം നിലനിർത്തുകയും അതിന്റെ ചൂട് പിടിച്ച് നമ്മൾ വളർന്ന് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മഹത്തരമാക്കി മാറ്റുകയുമാണ് വേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പൂജാമുറിയിൽ ഏറ്റവും വൃത്തിയായി നിങ്ങൾ സൂക്ഷിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നതല്ല, ഉള്ള കാര്യങ്ങൾ വളരെ വൃത്തിയായി നിങ്ങൾ സൂക്ഷിക്കുക എന്നതാണ് പൂജാമുറിയിൽ വേണ്ടത്. നമസ്കാരം.